ഭാഗത്തേക്ക് ഞാൻ പോവുകയാണ്. സഭാ വളർച്ചയ്ക്ക് പരിശുദ്ധാത്മാവിന് വലിയ പങ്കുണ്ട്. സഭാ വളർച്ചയ്ക്ക് പരിശുദ്ധാത്മാവിന് റോളുണ്ട്. നമ്മൾ വിട്ടുകൊടുക്കണം. സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ ഹിതത്തിന് വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കണം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു വളരെ ശ്രേഷ്ഠമായൊരു വാക്കുണ്ട്, ഞാൻ നട്ടു അപ്പൊല്ലോസ് നനച്ച്. അടുത്ത വാക്ക് പറയാമോ? വളരുമാറാക്കുന്നത് ദൈവമാണ്. അപ്പോ നമ്മുടെ മിടുക്കല്ല സഭ വളരുന്നത്. ആ വളർച്ച ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ദൈവം അത് ചെയ്യുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ഒരുപാട് വാക്യങ്ങളുണ്ട്, ഇത് സാവധാനത്തിൽ വായിച്ചാണ്. സഭാ വളർച്ച രണ്ട് വിധത്തിലാണ്. ഒന്ന് ക്വാണ്ടിറ്റി ഗ്രോത്ത്, മറ്റൊന്ന് ക്വാളിറ്റി ഗ്രോത്ത്. ക്വാണ്ടിറ്റി ഗ്രോത്ത് എന്ന് പറയുന്നത് അത് നമ്പറിനെ ആശ്രയിച്ചു, എണ്ണത്തെ ആശ്രയിച്ചു. എണ്ണം വർദ്ധിപ്പിക്കാൻ നമ്മുടെ മുന്നിലുള്ള ഏക വഴി മെമ്പർഷിപ്പ് വർദ്ധിപ്പിക്കുക എന്നതാണ്. അപ്പോ അതിനാവശ്യമായ സംവിധാനങ്ങൾ നമ്മൾ ചെയ്യണം. പുതിയ നിയമസഭയുടെ ക്രമീകരണം, പുതിയ അംഗങ്ങൾ സഭയിൽ ചേർന്നുകൊണ്ടേയിരിക്കണം. ബൈബിൾ പറയുന്ന മാത്രം രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേർത്ത്, ആഴ്ചയിൽ ഒരിക്കൽ, വർഷത്തിൽ ഒരിക്കൽ രക്ഷിക്കപ്പെടാനല്ല, മാസത്തിൽ ഒരിക്കലല്ല, ദിനം പ്രതി രക്ഷിക്കപ്പെടണം. അങ്ങനെ സഭ വളർന്നുകൊണ്ടേയിരിക്കണം. അപ്പം നമ്പറിനെ വർദ്ധിപ്പിക്കാൻ 3 സംവിധാനങ്ങളാണ് ഇന്നിപ്പോൾ നമുക്കുള്ളത്. ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. അതിൽ ഒന്ന് ബയോളജിക്കൽ ഗ്രോത്ത് എന്നാണ്. ബയോളജിക്കൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ വിശ്വാസികളുടെ മക്കൾ വിശ്വാസം സ്വീകരിച്ച് അവര് പിറകുള്ള വിശ്വാസികളായി മാറുന്ന ഒരു സ്ഥിതി. നമ്മുടെ മക്കൾ വിശ്വാസം സ്വീകരിച്ച് പിറകുള്ള വിശ്വാസികളായി മാറണം. പുതിയ വിവരങ്ങൾ അനുസരിച്ച് വിശ്വാസികളുടെ മക്കൾ വിശ്വാസം സ്വീകരിക്കുന്ന കാര്യത്തിൽ ഒക്കെ വളരെ പിറകിലോട്ട് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മക്കൾ ഒരുപക്ഷെ നമ്മെ ഭയന്ന്, നമ്മെ സ്നേഹിച്ച്, ആദരിച്ച്, നമ്മളോടൊപ്പം ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കൊക്കെ വന്നിരിക്കുമെങ്കിലും അവർ നമ്മളുടെ പ്രസംഗങ്ങളെ, നമ്മുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം അറിയാമോ? പുതിയ തലമുറകളെല്ലാം ദൈവസഭയിൽ അകന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമുക്ക് അവരെ ചിട്ടപ്പെടുത്താനുള്ള ഏക സംവിധാനം എന്താണെന്നറിയാം? സൺഡേ സ്കൂൾ മാത്രമാണ്. അപ്പൊ സൺഡേ സ്കൂളിന്റെ ഗൗരവം സെക്രട്ടറിയെ കൊണ്ട് കേട്ടോ. സൺഡേ സ്കൂള് അത്രയും ഗൗരവത്തോടെ വേണം നമ്മൾ ചെയ്യാൻ. യോഗീശ്വരൻ പറഞ്ഞൊരു വാക്ക്, നിങ്ങളെ 10 കുട്ടികളെ എനിക്ക് തരിക, ഞാൻ അവര് ദൈവങ്ങളാക്കി മാറ്റി തരാം. ദൈവങ്ങളായി ദിവ്യത്വമുള്ള നന്മ നിറച്ച ഒരു തലമുറ ഞാൻ ഉണ്ടാക്കി തരാം. അദ്ദേഹം കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് 10 കുട്ടികളെ എനിക്ക് തരിക, ഞാൻ അവരെ പിശാചുക്കളാക്കി തരാം, ക്രിമിനൽസ് ആക്കി തരാം. അപ്പൊ അതിന്റെ അർത്ഥം ചെറിയ പ്രായത്തിൽ നമുക്കവരെ നന്നായി മെനയുവാനായി കഴിയും. ഞാൻ ഇപ്പോൾ ചോദിക്കുന്നു, നിങ്ങളുടെ സമയം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ചെറിയ കൂട്ടം കുട്ടികളെ കൊണ്ട് നിങ്ങൾക്ക് വൻകാര്യങ്ങളെ ചെയ്യാൻ കഴിയും എന്ന് തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവാം. ഞാൻ ഇന്നലെ രാത്രിയിൽ ഇങ്ങനെ ഒരു ഭാഗം വായിച്ചു പോകും. വിവേകാനന്ദൻ പറയുന്നൊരു വാക്കുണ്ട്, 1000 ചെറുപ്പക്കാരെ എനിക്ക് തരിക, ഞാൻ ഇന്ത്യയെ മാറ്റിമറിച്ച് തരാം. 1000 അല്ല, 10,000 പെന്തക്കോസ്തുകാർക്ക് യൗവനക്കാരുണ്ട്, ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ കുട്ടികളെ ദൈവത്തിന് പ്രസാദമുള്ളവരാക്കി മാറ്റത്തൊക്കെ പറഞ്ഞു നമ്മൾ അവരെ മെനയണം എന്ന് ഞാൻ നിങ്ങളോട് പറയുക. ചില സഭകളിലൊക്കെ പൊണ്ണത്തടിയന്മാരുണ്ടായിരുന്നു.
കൊണ്ടത്തടിയന്മാരെന്ന് പറഞ്ഞാൽ അറിയോ? ഞാനിത് എഴുതിയപ്പോ പ്രൂഫ് റീഡ് ചെയ്ത് എന്റെ വൈഫാ. അവള് പറഞ്ഞു ഈ വാക്ക് വെട്ടിക്കാൻ. ഞാൻ പറഞ്ഞു പകരം ഒരു വാക്കുകാരാണ്, വാക്കില്ല. അപ്പൊ ഞാൻ അവിടെ തന്നെ കിടക്കൽ. കൊണ്ടത്തടിയന്മാരെന്ന് പറഞ്ഞാൽ സൈസ് ബുദ്ധിയൊക്കെ കുറവായി. ഞാൻ കൊണ്ടത്തടിയന്മാരാണ്. നമ്മള് നല്ല കുട്ടികളെന്ന് പറയുന്നത് പ്രായത്തിലൊത്ത വളർച്ച, ബുദ്ധി ഒക്കെ ഉണ്ടാവും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ സഭയിൽ നമ്മൾ പൊണ്ണത്തടിയന്മാരെ ഉണ്ടാക്കുന്ന ഒരു സംവിധാനത്തിലല്ല, കുറച്ച് ഗൗരവത്തോടെ നമ്മൾ കുട്ടികളെ മെനയുവാൻ, വളർത്തുവാൻ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ബയോളജിക്കൽ ഗ്രോത്തിൽ വലിയ മാറ്റങ്ങൾ നമുക്കുണ്ടാകും എന്ന്. നമ്മുടെ കുട്ടികൾക്ക് യേശുവാണ് രക്ഷകനെന്ന് പറയാനായിട്ട്, അല്ലെ അങ്ങനൊന്ന് പഠിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. ഒരിക്കൽ കൂടി ആ വാക്ക് ഒന്നും കൂടി കടഞ്ഞെടുത്തോട്ടെ. കുട്ടികളുടെ വളർച്ച, ബയോളജിക്കൽ ഗ്രോത്ത്. BMD സഭ വിജയത്തിലാണോ പരാജയത്തിലാണോ? നിങ്ങളുടെ സഭ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ പരാജയപ്പെടുകയാണോ ജയിക്കുകയാണോ? ഉത്തരം നിങ്ങൾ പറയണം. നിങ്ങളുടെ കയ്യിൽ തന്ന കുട്ടികളെ, നിങ്ങളുടെ കയ്യിൽ രക്ഷകർത്താക്കൾ കൊണ്ട് തന്ന കുട്ടികളെ നിങ്ങൾ അവർക്ക് എന്തു കൊടുക്കുന്നു, എന്ത് പഠിപ്പിക്കുന്നു? നാളെ വിശ്വാസം വിട്ട് അവർ പോവുകയാണോ? നിങ്ങളെ ചോദ്യം ചെയ്യുകയാണോ? നമ്മുടെ കുട്ടികളിപ്പം പാസ്റ്റർമാരെ ഞങ്ങളുടെ ചോദ്യം ചെയ്തു കൊടുക്കും. ഇങ്ങനല്ല പ്രസംഗിക്കേണ്ടത്, ഇതെന്തൊരു പ്രസംഗമാണ്. ഇനി ഇതൊക്കെ നമ്മുടെ കുട്ടികളിപ്പം എല്ലാം വിദേശത്തോട് പഠിക്കാൻ പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ അവർ ആഭരണവും ഞാനത് ഇതൊക്കെ അനുകൂലിക്കപ്പെടുകയും ചെയ്യില്ല. എന്തായാലും നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ മാറുക. മറ്റൊരു ചർച്ചയിൽ പോയാൽ ശരിയാലും കേട്ട് വരുന്നില്ല. നമ്മുടെ പഴയ ആളുകളെല്ലാം കൂടെ തിരിച്ചു വന്നിരുന്നെങ്കിൽ നമ്മുടെ സ്ഥിതിയായിട്ട് മാറിപ്പോയേനെ. എല്ലാ പേരും പോയി. നമുക്കൊരു തീരുമാനമുണ്ട്. നിങ്ങളുടെ കയ്യിൽ, നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട നമ്മുടെ കുട്ടികളെ നന്നായി മെനയുവാനായി നമുക്ക് ദൈവാരമില്ല. ചിലപ്പോൾ നമുക്ക് കഴിവില്ലായിരിക്കാം. കർത്താവിനോടൊന്ന് പറയണം, കർത്താവെ എനിക്ക് ഈ കുഞ്ഞുങ്ങളെ നന്നായിട്ട് മെനയുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് നമുക്ക് പറയാം. അങ്ങനെ ഉണ്ടാകുന്ന വളർച്ചയാണ് ബയോളജിക്കൽ ഗ്രോത്ത്. രണ്ടാമത്തെ ഗ്രോത്ത് ട്രാൻസ്ഫർ ഗ്രോത്ത് എന്നാണ്. ഞാൻ കോട്ടയംകാർക്ക് ഇത് പല പ്രാവശ്യം പറഞ്ഞു കൊടുത്ത കാര്യമാണ്. ട്രാൻസ്ഫർ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ചില വ്യക്തികളോ കുടുംബങ്ങളോ ഒക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് താമസം മാറി വരുമ്പോൾ, ചിലപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക്, മറ്റു രാജ്യങ്ങളിലേക്കോ സംസ്ഥാനങ്ങളിലേക്കോ മാറിപ്പോയാൽ അവർക്കൊരു കൂട്ടായ്മയും ആരാധനയും ആവശ്യമായി വരുന്നു. അങ്ങനെയുള്ള വളർച്ചയ്ക്കാണ് ട്രാൻസ്ഫർ ഗ്രോത്ത് എന്ന് പറയുന്നത്. ചില സഭകളിൽ ട്രാൻസ്ഫർ ഗ്രോത്തും ബുദ്ധിമുട്ടായി വരുന്നു. ചില സഭകളിൽ ട്രാൻസ്ഫർ ഗ്രോത്ത് എന്ന് പറഞ്ഞത് അവിടെ നിന്ന് ഇവിടെ നിന്ന് വരുന്നതിനെല്ലാം എല്ലാ ചർച്ചകളും വാതിൽ തുറന്നിട്ടില്ല. വാഗുരിയ വരികുരിയ ഇവിടെ എല്ലാ സൗകര്യമായിട്ട് വന്നേരെ എന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചോണ്ടിരിക്കുക. ഇതെല്ലാം കൂടെ വന്നിവിടെ കയറിയിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ, വന്ന വെള്ളം കേട്ടിട്ടുണ്ടാ, നിന്ന വെള്ളത്തെ കൊണ്ട് പോയി എന്ന് പറയുന്നത് പോലെ വെളിയിൽ നിന്ന് വരുന്നവരെല്ലാം നമ്മുടെ ആൾക്കാരെയും കൂടെ സംഘടിപ്പിച്ച് സഭയ്ക്ക് ബുദ്ധിമുട്ടാക്കുന്ന ചരിത്രങ്ങളും സംഭവങ്ങളുമാണ് നമ്മൾ കാണുന്നത്. അപ്പോ ട്രാൻസ്ഫർ ഗ്രോത്തിന് അങ്ങനെ ഒരു വിമാസം. അതുകൊണ്ട് അവരെ നന്നായി പരിശോധിച്ചും പ്രാർത്ഥിച്ചും വേണം മറ്റു സഭകളിൽ നിന്ന് വരുന്നവരെ നമ്മൾ എടുക്കാൻ. ഒരു ആത്മീയ താല്പര്യം കൊണ്ട് വരുന്നവരെ എടുക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പുറത്ത് മുടക്കിയവരെന്ന് പറഞ്ഞ അറിയേണ്ട വാക്ക്, മുടക്കിയവരെയും അവിടെ പ്രശ്നം ഉണ്ടാക്കിയവരെയും ഒക്കെ നമ്മൾ നമ്മുടെ സഭയിലേക്ക് വന്നിട്ട് പ്രഥമ സ്ഥാനം കൊടുത്ത് അവരെ ഇങ്ങനെ ആശ്രയിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ പറയുന്നു നമ്മുടെ സഭയ്ക്ക് വലിയ പേര് സംഭവിക്കും എന്ന്. ഓക്കെ, ട്രാൻസ്ഫർ ഗ്രോത്ത് മനസ്സിലായി കാണുന്നില്ല, അതിന്റെ റിമാർക്സ് മനസ്സിലായി. മൂന്നാമത്തെ ഗ്രോത്ത് ആണ് ശരിയായ ഗ്രോത്ത്, കൺവേർഷൻ ഗ്രോത്ത്.
കൺവർഷൻ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ മനപരിവർത്തനത്തിലൂടെ അഥവാ വചനം കേട്ട് വിശ്വാസത്തിലേക്ക് വരുന്നവരെയാണ് നമ്മൾ കൺവർഷൻ ഗ്രോത്ത് എന്ന് പറഞ്ഞത്. ഇതിന് മാനസാന്തരം ആവശ്യമുള്ള സമസ്ത മേഖലകളിൽ മാനസാന്തരപ്പെട്ട് ജയിക്കേണ്ടുന്ന മേഖലകളിൽ ജയാളികളാണ് തീരുന്നതിനെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ കൺവർഷൻ ഗ്രോത്ത് നടക്കണമെങ്കിൽ ഒന്ന്, നന്നായി പ്രാർത്ഥിക്കണം. നന്നായി പ്രാർത്ഥിക്കണം. ഞാൻ അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. രാത്രികളിൽ പ്രത്യേകിച്ച് പ്രഭാതത്തിൽ നന്നായി പ്രാർത്ഥിക്കുന്നവർക്കാണ് ഒരു സർവേ പറഞ്ഞത് ആത്മാക്കളെ നേടാനായിട്ട് ഒരു കൊച്ചു പ്രാർത്ഥന. ഞാൻ അങ്ങനെ പറയുന്നതിന് ശരിക്കും കള്ളപ്രാർത്ഥന നടത്തി നമ്മൾ പോയാൽ നമ്മുടെ സഭയിൽ ഒരു കൺവർഷനില്ല. ഇനി ഞാൻ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എത്ര വർഷമായി ശരിയായ കൺവർഷൻ നമ്മുടെ സഭയിൽ നടന്നത്? സുവിശേഷം കേട്ട് ഒരാൾ മാനസാന്തരപ്പെട്ട് വന്നു എന്ന് പറയാം. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറ്റുമോ? ഞാൻ സുവിശേഷം പറഞ്ഞു, അവരോട് മറ്റും അവരിപ്പോ നമ്മുടെ കൂടെയാണ് എന്ന് പറയാം. പരസ്യവും നടത്തുന്നുണ്ട്, നമ്മുടെ കൺവർഷൻ നടത്തുന്നുണ്ട്. ആ ഒരു നല്ല കൺവർഷൻ കഴിയുമ്പോൾ നമ്മൾ ചോദിക്കും, ആൾക്കാർ ചോദിക്കും എത്ര ആരും വന്നോ എന്നാൽ അപ്പുറത്തെ സഭയിൽ കേട്ട് വന്നോ. അല്ലാതെ ദൈവവചനം കേട്ട് മാനസാന്തരപ്പെട്ട് വരുന്നവർ തുലവും കുറവാണ്. അപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ചിന്ത നമുക്കുണ്ടാകട്ടെ. നമ്മൾ കുറെ വർഷമായി ശുശ്രൂഷ തുടങ്ങിയിട്ട് മിക്കവാറും എന്നെക്കാൾ കൂടുതൽ കർത്താവിന്റെ വേല ചെയ്തവരായിരുന്നു. ഞാൻ ഇപ്പോൾ ചോദിക്കുന്നു, നിങ്ങൾ എത്ര ആത്മാക്കളെ നേടാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പലരെ ആത്മാക്കളെ എന്നോട് കൊണ്ടുവരുന്നവരുമില്ല. നിങ്ങൾ സുവിശേഷമാണ്. കൺവർഷൻ നടക്കണമെങ്കിൽ ഒന്ന് നന്നായി പ്രാർത്ഥിക്കണം, രണ്ട് നന്നായി സുവിശേഷം പറയാം. നന്നായി സുവിശേഷം. ഈ അടുത്തകാലത്തോട് പറഞ്ഞ ഒരു കഥയാണ്. നമ്മുടെ സഭകളിലൊന്നും സുവിശേഷം കേൾക്കുന്നില്ല. ദാവീദും ഗോലിയത്തും തമ്മിലുള്ള യുദ്ധമാണ്. ആ യുദ്ധം നടന്ന് സഭ ഇപ്പോൾ യുദ്ധങ്ങളമായി മാറിക്കൊണ്ടിരിക്കും. മിക്ക സഭകളിലും പ്രശ്നമാണ്. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നന്നായി സുവിശേഷം മനസ്സിലാക്കി കൺവർഷൻ പ്രോജക്റ്റ് നടക്കണമെങ്കിൽ എന്ത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നന്നായി പ്രാർത്ഥന. രണ്ടാമത് സുവിശേഷം നന്നായിട്ട് അത് പറയാൻ അറിഞ്ഞിരിക്കണം. പലർക്കും അത് സുവിശേഷം പറയാൻ അറിയില്ല എന്നുള്ളതാണ് സത്യം. നമ്മളൊരു സ്ഥലത്ത് ചെയ്ത് പെട്ടുപോയാൽ ആരെങ്കിലും രണ്ട് ചോദ്യം ചോദിച്ചാൽ നമ്മൾ ഇത് നമ്മളെന്ത് ചെയ്യുന്നത്? അവൻ മണ്ടനായിരിക്കും, അവൻ അതുപോലത്തെ മണ്ടത്തരം ഉത്തരം നമ്മളെ കൊടുക്കും. അവൻ പറയും ശരിയാണ്. അപ്പൊ അതുകൊണ്ട് അതൊന്നും ചെയ്ത് നടക്കില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, സുവിശേഷം നന്നായി പറയാനായി പഠിക്കുകയും ഗ്രഹിക്കുക. സുവിശേഷം അറിഞ്ഞുകൂടെങ്കിൽ അറിയാവുന്നവരെ അടുക്കൽ അവരോടൊപ്പം ചേർത്ത് സുവിശേഷ പ്രവർത്തനത്തിൽ നടക്കണം, സംസാരിക്കണം. അവരോട് നിങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. വീണ്ടും ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് സംശയമുള്ളത് യുവദാസന്മാരോട് ചോദിക്കണം, സീരിയസിനോട് ചോദിക്കണം. അതിന്റെ കൃത്യത അവർ പറഞ്ഞു തരും. അത് നിങ്ങൾ ഉള്ളിൽ കരുതിയിട്ട് വേണം നിങ്ങൾ സുവിശേഷം പറയാൻ പോകാൻ. ഞങ്ങളുടെ കൂടെ പരസ്യവും നടത്താൻ വരുന്ന പലരും എന്തൊക്കെ മണ്ടത്തരങ്ങളാ പറയുന്നതെന്നറിയാം. സോറി കേട്ടോ അങ്ങനെ പറയുന്നത്. അവരെന്തെങ്കിലും ഒന്ന് അടിച്ചുവിടും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് അദ്ദേഹം തീയിൽ നിന്നാണ് പ്രസംഗിക്കുന്നത് തോന്നുന്നു. പല മണ്ടത്തരങ്ങളും പറയുന്നുണ്ട്. ഞാൻ പറയാം, അതുകൊണ്ടൊന്നും അവർ രക്ഷിക്കപ്പെടില്ല. നിർമ്മലമായ സുവിശേഷം പറയണം. സുവിശേഷത്തിന് ഞാൻ മൂന്ന് കാര്യം പറയാം. ദൈവവചനത്തിന് ഒന്ന്, മരണത്തെ പാപത്തെ ജയിക്കാൻ കഴിയും. മരണത്തെയും പാപത്തെയും ജയിക്കാൻ കഴിയും. രണ്ട്, വചനത്തിന് നമുക്ക് പ്രത്യാശ നൽകാൻ പറ്റും. നമ്മളൊക്കെ ജീവിക്കുന്നത് ആ പ്രത്യാശ ഉള്ളത് കൊണ്ട് മാത്രമാണ്. മൂന്നാമത്തത് കർത്താവിന്റെ പറഞ്ഞു, ഞാൻ ഉയർത്തപ്പെട്ട ജനമെല്ലാം ഇതിലേക്ക് ആകർഷിക്കും. യേശുവിനെ ഉയർത്തുക.
യേശുവിന്റെ വചനത്തെ ഉയർത്തുമ്പോൾ ജനമെല്ലാം കർത്താവിലേക്ക് വരും. ഓക്കെ, 3 കാര്യങ്ങൾ പറഞ്ഞു. ബയോളജിക്കൽ ഗ്രോത്ത്, ട്രാൻസ്ഫർ ഗ്രോത്ത്, കൺവേർഷൻ ഗ്രോത്ത് നടക്കണമെന്ന് നിങ്ങൾ വളരെ പ്രാർത്ഥിക്കണം. ഞാൻ കേറി പറയുന്നില്ല, നമ്മുടെ ചർച്ചിന്റെ മതിൽ പണിക്ക് പ്രാർത്ഥിക്കുന്നതിന്റെ അത്ര പോലും നമ്മുടെ സഭയിൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. ശരിയല്ലേ? നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ, കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാധാന്യം പോലും ഞങ്ങളുടെ സഭയിൽ ആത്മാക്കൾ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ വളരെ കുറവാണ്. ഞങ്ങളെ ഈ ഗ്രൂപ്പ് പ്രയത്നം നടക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും. അവരെന്താ പറയുന്നത്? അവരുടെ മക്കളെ കല്യാണം നടക്കണം, പിന്നെ ഗൾഫിൽ പോകണം, അല്ലെങ്കിൽ വിദേശത്ത് പോകണം, അവരെ പഠനം, മറ്റെല്ലാ കാര്യം ആത്മാക്കളെ കുറിച്ച് അവർ പറയുന്നത് വളരെ കുറവാണ്. പിന്നെയും കർത്തദാസന്മാർ പറയുന്നത് എനിക്ക് ശുശ്രൂഷ വേണം. എന്തിനാ? ഇല്ലാതെ ഓടുക. എന്തിനാ ഓടുന്നത്? വരുമാനം ഉണ്ടാക്കാനാണ്. വരുമാനം ഉണ്ടാക്കാൻ സഭയുള്ളത്. സഭയെ പോലെ വരുമാനം ഉണ്ടാക്കാൻ പറ്റി വേറെ താഴെവിടെ ഇരിക്കുന്നു. സഭയെ നിങ്ങളുടെ ശരീരവും മനസ്സും ഒക്കെ സഭയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇറങ്ങി കയറും. നിങ്ങളുടെ കാൽപാദങ്ങൾ, ഞാൻ എന്നെ കൂടെ ചേർത്താ കേട്ടോ പറയുന്നത്, നാളെ വിമർശനമായിട്ട് നമ്മുടെ കാൽപാദങ്ങൾ നമ്മുടെ സമീപത്തുള്ള വീടുകളിൽ വലിയട്ടെ. ഏതാണ്ട് 941 പഞ്ചായത്തിലും 87 മുനിസിപ്പാലിറ്റി, 6 കോർപ്പറേഷൻ, ഗ്രാമപഞ്ചായത്ത് തന്നെ 17,337 വാർഡുകൾ. ഒരു വാർഡിന്റെ കാര്യം മാത്രം പറയാം. നിങ്ങൾ ശുശ്രൂഷിക്കുന്ന സഭയിരിക്കുന്ന വാർഡ് ഏതാണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോ ഏതാണ്ട് 600-നും 2000 പഞ്ചായത്തിന്റെ കാര്യം കേട്ടോ, 600-നും 2500-നും ഇടയ്ക്ക് വോട്ടേഴ്സ് ഉണ്ടാവും. അത് ഒരു 3-4 കുടുംബങ്ങളായിരിക്കും ഒരു വീട്ടിൽ. അങ്ങനെ കണക്ക് കൂട്ടിയാൽ ഏതാണ്ട് 400-നും 800-നും ഇടയ്ക്ക് വീടുകൾ ഉണ്ടാകുമെന്നാണ് സെൻസസ് കണക്ക്. അത് ഞാൻ 800 വിടുന്നു, 400, ഒരു 500 വീടുണ്ടെന്ന് വിചാരിച്ചു നോക്ക്. നമ്മൾ പാർക്കുന്ന സഭയിലെ ഒരു 500 വീട് നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? 500 വീട് നിങ്ങൾ എന്നോട് പറയണ്ട. നിങ്ങൾ ശുശ്രൂഷിക്കുന്ന സഭയുടെ ഭാവി നിങ്ങൾ എത്ര വീടുകളിൽ യേശുവിന്റെ സന്ദേശമായി പോയിട്ടുണ്ട്? എന്താ വളരാത്ത? സഭ വളരാത്തതാ? നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ പറഞ്ഞില്ല. കർത്താവേ, ഞാൻ പാവപ്പെട്ടവനാണ്, ഞാൻ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു. അടൂരെന്ന് പറയുന്നു, വെറുതെ ക്ഷമിക്കണം. അടൂർ സഭയിൽ ഞാൻ ശുശ്രൂഷകനായിരുന്നു. കർത്താവേ, നീ സ്വർഗത്തിഞ്ഞോട്ടിറങ്ങാണ്ട് അവിടുത്തെ വീട് അപ്പുറത്തെ വീട്ടിലൊക്കെ നീ കയറണം, കയറിയിട്ട് പറയണം ഈ സമൂഹം പറഞ്ഞ് പാത്രമേ അടൂർ സഭയിൽ ശുശ്രൂഷിക്കുകയാണ്, അങ്ങോട്ട് പൊയ്ക്കോയില്ലേ എന്ന് പറയണമെന്നല്ലേ നിങ്ങളുടെ ആഗ്രഹം? നിങ്ങൾ ദൈവത്തെ കൊണ്ട് പണിയെടുപ്പിക്കാൻ നോക്കിയല്ലേ? അതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്കറിയാം നിങ്ങളുടെ കാൽപാദങ്ങൾ ഓരോ വീട്ടിന്റെ മുറ്റത്ത് പതിയട്ടെ. ഒരു പക്ഷെ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ കർത്താവിന്റെ നാളിൽ ന്യായവിധി ദിവസം ആ കൊടിയെല്ലാം എഴുന്നേറ്റ് നിൽക്കുന്ന വേദവസ്ഥ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സഭകളെല്ലാം നിറയട്ടെ, സഭകൾ വളരട്ടെ. ഞാൻ ഈ പറഞ്ഞത് 3 കാര്യങ്ങളോടുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ബയോളജിക്കൽ ഗ്രോത്ത്, ട്രാൻസ്ഫർ ഗ്രോത്ത് ആൻഡ് കൺവേർഷൻ. ഇനിയുള്ള ഗുണത്തിലുള്ള ക്വാളിറ്റേറ്റീവ് ഗ്രോത്തിന്റെ എല്ലാം പറയാൻ താല്പര്യം 3 വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. ഒന്ന്, അവിടെ തെറ്റുള്ളത് പത്രോസിന്റെ ലേഖനം, അത് 2 പത്രോസാണ്. 2 പത്രോസ് 3:18 നമ്മൾ ഗുണത്തിൽ വളരുക എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതം ദിനംതോറും പുതിയ കാഴ്ചപ്പാടിൽ വിശുദ്ധരായി ജീവിക്കുക, നല്ല പെരുമാറ്റം ഉണ്ടാകും,
കർത്താവ് തന്നെ ഒരിക്കൽ പറഞ്ഞു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. നമ്മുടെ പരസ്യ രഹസ്യ ജീവിതത്തിൽ വിശുദ്ധരായി ജീവിക്കുക കാമ്പുള്ള ഒരു ക്രിസ്ത്യൻ ജീവിതം, കാമ്പുള്ള ഒരു ക്രിസ്ത്യൻ ജീവിതം, പ്രാർത്ഥനയുള്ള ഒരു ക്രിസ്ത്യൻ ജീവിതം, ദൈവവചനം ധ്യാനിക്കുന്നത് നമ്മുടെ ദിനചര്യയായി മാറണം. ദൈവവചനം ധ്യാനിക്കുന്നത്, വേദപഠനം, നന്നായിട്ട് വചനം പഠിക്കണം, നന്നായിട്ട് വചനം പഠിക്കണം. ഞാന് ഒരു സംഭവമാണ്, ഈ തെക്കായതുകൊണ്ടാണ് എനിക്ക് പറയുന്നത്, പക്ഷെ ആ തെക്കിൽ ഇത് പറയില്ല. ഒരു സഭയിൽ ഒരു വിശ്വാസി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടുകാരനോട് പറ. അദ്ദേഹം കൂട്ടുകാരനെന്ന് പറഞ്ഞാൽ അവിടുത്തെ പാസ്റ്റർ, ആ സഭയിലെ ആ സഹോദരന്റെ സഭയിലെ പാസ്റ്റർ ബൈബിൾ വായിച്ചിട്ട് വന്ന് പ്രസംഗിക്കാൻ. അപ്പോ ഞാൻ ചെന്നുപറ്റി, ആരോ എന്തു പറയുന്നത് ഒരു പിടിയില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് ഞാൻ ചെന്ന് വളരെ സ്നേഹത്തോടെ പറഞ്ഞു, ഇങ്ങനൊരു വാർത്ത വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് പോകണം. അവിടെയുള്ള കുട്ടികളെല്ലാം മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞ കുട്ടികളാണ്. ആണോ എന്ന് ചോദിക്കുക, പാസ്റ്റർ ചോദിക്കുക, ആണോ? ആ കുട്ടികളെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു ധാരണയില്ല. എന്തായാലും കാര്യങ്ങൾ മനസ്സിലാക്കി പുള്ളി പോയി നന്നായിട്ട് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും. ഒരു 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് വീണ്ടും വിളി വന്നു. പാസ്റ്റർ പറഞ്ഞു എന്ന് തോന്നുന്നു, ചെറിയ മാറ്റങ്ങൾ ഇപ്പോ സംഭവിച്ചിട്ടുണ്ട്, എന്തെങ്കിലും പ്രസംഗിച്ച് കൂട്ടരുത്, അതുകൊണ്ട് ഒരു പ്രയോജനം വരില്ല. നന്നായിട്ട് അധ്വാനിച്ച് വചനത്തിൽ അധ്വാനിച്ച് ശുശ്രൂഷിക്കാൻ നമുക്ക് പറ്റും. ഓക്കെ, നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 2 പത്രോസ് 3:18. കൃപയിലും പരിജ്ഞാനത്തിനും നിങ്ങൾ വളരെ സഭ വളരുന്നത് എന്ന് പറഞ്ഞ കയ്യടി മാത്രമല്ല കേട്ടോ. നമുക്കിത് കയ്യടി കൂടുതലാണ്. ഇപ്പൊ പറഞ്ഞു ഇവിടെ കയ്യടിയാൻ പറ്റൊന്നും ആരും പറ്റുന്നില്ലല്ലോ. ഇത് ദാനിയേൽ പാസ്റ്റർ ആയതുകൊണ്ടാണോ ആരും കയ്യിൽ വിളിച്ചു? നിങ്ങൾ സഭയിൽ നിന്നെങ്കിലോ നിങ്ങൾ എന്ന് പറഞ്ഞു അവരെ കടിപ്പിക്കാൻ നിങ്ങൾ അടിക്കില്ല. പറഞ്ഞൊന്നുമല്ല, എല്ലായിടത്തും ഇതൊക്കെ തന്നെ. ആത്മാവിൽ ആരാധിക്കേണ്ടത് നമ്മൾ മാതൃകയാക്കേണ്ട കാര്യം, കൈയടിക്കേണ്ടത് നമ്മൾ മാതൃകയാക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നു. അപ്പൊ കൃപയിലും പരിജ്ഞാനത്തിലും നമ്മളുള്ള കാര്യം. അപ്പൊ നമ്മുടെ വളർച്ച അതായി. എഫെസ്യർ ലേഖനം 4:15 സ്നേഹത്തിൽ സത്യം സംസാരിക്കുക. സ്നേഹത്തിൽ സത്യം സംസാരിക്കുക. ഒന്നാം ഈ കള്ളം പറച്ചു നിർത്തണം, കള്ളം പറച്ചു നിർത്തണം. സത്യം സംസാരിക്കും, സത്യം സംസാരിക്കും. തീരുമാനം എടുക്കരുത്, സത്യം സംസാരിക്കും. നിങ്ങൾ ആത്മീയമായി വളരുന്നു എന്ന് പറഞ്ഞാൽ അത് സത്യം സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ടു. ഒരു വാക്യം 2 തെസ്സലോനിക്കർ 1:3. വിശ്വാസം ഏറ്റവും വർദ്ധിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിക്കുന്നുണ്ടോ അതോ കുറയുന്നു? വിശ്വാസം, നിങ്ങൾ വിശ്വാസത്തിൽ വന്ന കാലഘട്ടം മുതൽ ഉള്ള സംഭവം ആലോചിച്ചോ. ഇപ്പോൾ വിശ്വാസം കൂടുതലാണോ കുറയുകയാണോ? സജീവമാർ ഭാഷം തിരുവനന്തപുരം എന്ത് പറയുന്നു? എന്തൊരു പറയണ തിരുവനന്തപുരമായിരിക്കും. ആണോ? സ്വന്തം വിശ്വാസം വർദ്ധിക്കുന്നുണ്ടോ? പണ്ട് ഞാൻ പറയുന്നത് സൈക്കിൾ ഓട്ടാൻ പോകുന്നൊരു കാര്യം. ഞാൻ ഇപ്പോഴും പറയുന്നത് എക്സാമ്പിൾ. സൈക്കിൾ ഓട്ടാൻ മുമ്പ് ഒരാൾ ബാഗ് പിടിച്ചോളൂ. അപ്പൊ നമ്മളിതിനെ പേടിച്ച് വണ്ടി കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു സ്റ്റിയായിട്ട് പോകുന്നെന്ന് പറയുമ്പോൾ പതുക്കെ അദ്ദേഹം ഇട്ടിട്ട് നമ്മുടെ കൂടെ വന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു വെക്കറാമോ ശരിയല്ലേ? ആ സൈക്കിൾ ആദ്യമൊക്കെ നമ്മൾ പേടിച്ച് കണ്ടോ സൈക്കിൾ. അത് കഴിഞ്ഞ് കുറെ ദിവസം കഴിയുമ്പോൾ ഞാൻ ഒരു കൈ ഇട്ടിട്ട് ആൾക്കാർക്ക് തലയൊക്കെ ചൊറിഞ്ഞ് കാണിക്കും. എന്നാണ് എനിക്ക് ഒറ്റ കൈയില് സൈക്കിൾ ഓട്ടാൻ. കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോ
രണ്ട് കാര്യം എന്താണ് എന്റെ പ്രാക്ടീസാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിശ്വാസം ചെയ്യാൻ തുടങ്ങി കുറെ കാലം വിശ്വാസം ഭയങ്കരമായിട്ട് വർദ്ധിക്കേണ്ടതല്ലേ നമ്മൾ, അല്ലേ? നിങ്ങൾ ഒരു ആമയോട് പറയുന്നില്ലല്ലോ. അത് വിശ്വാസം വർദ്ധിക്കണം. ഇന്നു മുതൽ ചിന്തിക്കും നമ്മൾ വളരുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? കൃപയും പരിജ്ഞാനവും വളരണം, സ്നേഹം വളരണം, പിന്നെ വിശ്വാസം വർദ്ധിക്കണം, സ്നേഹത്തിൽ പെരുമാറണം. ഞാൻ ബൈബിളെ പഠിപ്പിക്കുന്നു. അവിടെ കണ്ടിരിക്കുന്നത് ഈ വിശ്വാസത്തിന്റെ പേര്. ആ വാക്ക് കേട്ടിട്ടുണ്ട്, വിശ്വാസത്തിന്റെ പേര്. അടുത്ത വാക്ക് സ്നേഹപ്രകടനം. നിങ്ങളുടെ സ്നേഹപ്രകടനം കാണിച്ചാൽ നിങ്ങൾ എന്താ? സ്നേഹപ്രകടനം എന്ന് കാണിക്കുന്നവർക്ക് നിങ്ങൾ എന്താ ചെയ്യുന്നത്? സ്നേഹപ്രകടനം നിങ്ങൾ കാണിക്കാൻ നിങ്ങൾ ചിരിച്ചാണ്. അപ്പോഴേ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ സഭയിൽ പറഞ്ഞു, വെമ്പായത്ത് പറഞ്ഞപ്പോ അവര് പറയുന്നത് ഞങ്ങൾ സ്നേഹപ്രകടനം. ഞാൻ പറഞ്ഞു ഇതുപോലെ ഭൂതയും കൊടുത്തു വേണ്ടെന്നല്ല. അതിനെന്തുമാത്രം നന്മ അടങ്ങിയിരിക്കുന്നു നമ്മൾ തിരിച്ചറിയാം. ഞാൻ ഒത്തിരി പറഞ്ഞു അതുകൊണ്ട് ഞാൻ അതെല്ലാം വിടുകയാണ്. അപ്പോ ചർച്ച് ഗ്രോത്ത് രണ്ടെണ്ണം, ഒന്ന് എണ്ണത്തിൽ, മറ്റൊന്ന് ഗുണത്തിൽ. എണ്ണത്തിലുള്ള കാര്യം പറഞ്ഞു, ഞാൻ ഗുണത്തിന്റെ കാര്യം ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ഇനി പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. സഭാ വളർച്ചയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ അതിലൊന്ന്, ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ വർക്കേഴ്സ് മീറ്റിംഗിൽ ഇവിടെ പ്രസംഗിച്ചപ്പോൾ കർത്താവിന്റെ ദാസൻ പറഞ്ഞതാണ്. സഭാ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ഒരു കാര്യം നല്ല പ്ലാനിങ്. ഞാൻ അവിടെ ഒരു എക്സാമ്പിൾ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഏതൊരു കമ്പനി, ഒരു സ്ഥാപനമോ, ഒരു ബിസിനസ്സോ, എന്ത് തന്നെ വളരണമെങ്കിൽ, മെച്ചപ്പെടണമെങ്കിൽ ഒരു നല്ല പ്ലാൻ